ഹലോ ഫ്രണ്ട്സ്, ബി ബി ആസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബോണി ബെന്നി. ഞാനിവിടെ ആദ്യമായി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കാം, പിന്നെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കിളിക്കൂടാണ്. മനോഹരമാണ്. ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പരിസരത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചാണ്. കമ്പി അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമുക്ക് നോക്കാം ആ സാധനങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ തൊണ്ടിൻ്റെ ചകിരിയാണ്. ചകിരി നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെ ചകിരി എടുത്ത് കളയുവാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ അയ്യത്തും എടുത്ത് കളയും. ചിരട്ടയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ എടുത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയാം. മെയിനായിട്ട് വേണ്ടത് ചകിരിയാണ്. രണ്ടാമതെന്ന് പറയുമ്പോൾ നമുക്ക് 2 ചിരട്ട എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടുള്ള ചിരട്ട മുറിച്ച് നമ്മൾ തേങ്ങ തിരുമിയ ചിരട്ടയാണ് വേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്കിത് അടുപ്പിച്ച് വെച്ച് ഒട്ടിക്കാനുള്ളത് കൊണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട്. അടുത്തത് നമുക്ക് കമ്പിയാണ് വേണ്ടത്. കമ്പി നമുക്ക് ആവശ്യമുണ്ട്. നമുക്കത് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കമ്പി വേറൊരു കമ്പിയാണ്. കെട്ടുകമ്പി ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ഇത് കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. നമുക്ക് ഇനി അടുത്തത് വേണ്ടത് ആശോ ബ്ലേഡാണ്. ആശോ ബ്ലേഡ് നമുക്ക് ചിരട്ട റൗണ്ട് ചെയ്ത് മുറിക്കാൻ വേണ്ടി വേണം. അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു നൂലാണ്. കാരണം തൊണ്ടിൻ്റെ കളറിലുള്ള നൂല് വേണം. കാരണം നമുക്ക് ആ തൊണ്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ കിട്ടാൻ വേണ്ടി നമ്മൾ കെട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തൊണ്ടിൻ്റെ കളറിലുള്ള വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആശോ ബ്ലേഡ് വെച്ച് മുറിക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത പരിപാടി അത് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വട്ടം വെക്കേണ്ടത്. ഇതുപോലെ നമ്മൾ വെട്ടണം. ഇനി സാൻഡ് പേപ്പർ വെച്ച് ഇങ്ങനെ ഉരച്ച് നല്ല റൗണ്ട് ഷേപ്പ് ആക്കാനുള്ളത് കൊണ്ട് നമുക്ക് അടുപ്പിച്ച് വെച്ച് ഒട്ടിക്കാം. നമുക്ക് ഒട്ടിക്കണം. നമ്മളിതിൻ്റെ ഇവിടെ വെച്ച് പ്ലസ് ക്യൂക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. ഊരിപ്പോവാതെ വിധത്തിൽ വേണം ഒട്ടിക്കാൻ. നമ്മൾ മുറിച്ചപ്പോൾ കുറച്ച് ചിരട്ടപ്പൊടി കിട്ടിയായിരുന്നു. നമുക്കതും കൂടെ വെച്ചങ്ങ് ഒട്ടിച്ച്, കാരണം ഇളകി പോവാതിരിക്കാൻ വേണ്ടി നമുക്കതൊന്ന് വെച്ച് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇതാക്കി വെച്ചേക്കാം. അതിന് സാൻഡ് പേപ്പർ വെച്ച് നമുക്ക് ഉരച്ച് വട്ടം ഇതാക്കാറുണ്ട്. നമുക്കത് ചെയ്യാം. നമ്മൾ കമ്പിയെല്ലാം കെട്ടി വെച്ചു. ഇനി നമ്മൾ മുറിച്ച് വെച്ച് നമ്മുടെ ചിരട്ട എടുത്തിട്ട് ഈ കമ്പിക്ക് അകത്തോടെ നമ്മൾ
അങ്ങനെയാണ് ഞാൻ ഈ തുണ്ടിൻ്റെ കളർ തന്നെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുമാതിരി ഷേപ്പായിട്ട് വരുന്നുണ്ട്. നമുക്കപ്പോൾ ഷേപ്പ് ആകുന്നിടം വരെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് ഇങ്ങനെ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇടുക. ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ പുതിയ നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.